ഒരു സ്മോൾ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. അതായത് റിവ്യൂ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റിമോട്ട് കിറ്റാണ്. അതായത് ഒപ്റ്റിക്കൽ ഇൻപുട്ടും 5.1 USB ബ്ലൂടൂത്ത് എല്ലാ സംഭവം കൂടിയുള്ള ഒരു റിമോട്ട് കിറ്റ്. അപ്പോൾ അൺബോക്സിംഗ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ഒരു സാധാരണ ഒരു പ്ലാസ്റ്റിക് ബോക്സേ ഉള്ളൂ. അതിൽ നമുക്ക് ഇതാണ് ബോർഡ്, ഇത് റിമോട്ട്, അതേപോലെ വയർ, കണക്ഷൻ വയർ, എൻകോഡർ കൺട്രോൾ ഉണ്ട്, പിന്നെ ബട്ടൺസ് പോലെ കാണുന്നുണ്ട്, അത് അതിൻ്റെ സ്വിച്ചുകളായിരിക്കാം. പിന്നെ ഉള്ളത് ഡിസ്പ്ലേ. അപ്പം ബോർഡ് ആദ്യം ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം ഇതാണ് സംഭവം. അപ്പം JRK എന്നോ മറ്റൊരു പേരിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടത്. അപ്പോൾ JRK ഓഡിയോസ് എന്നോ അങ്ങനെ ഒരു ബ്രാൻഡാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പം അധികം പ്രോഡക്ട്സ് കണ്ടിട്ടില്ല ഇതിനു മുമ്പ്. അതായത് കുറഞ്ഞപ്പോൾ 2 തരം, അതായത് ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂൾ കണ്ടിട്ടുണ്ട്, പിന്നെ ഇപ്പോൾ ഇതാണ് കാണുന്നത്. ഇത് വളരെ സിമ്പിൾ, വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. അങ്ങനെയുള്ള ഒരു സൗകര്യം കൊണ്ടാണ് ഞാൻ അതിപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നോക്കാനുള്ളത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഇതാണ് ഡിസ്പ്ലേ. അതിനകത്ത് തന്നെയാണ് ഒരുപാട് സെറ്റപ്പ് ഉള്ളത്. അതായത് SD കാർഡ് ഉണ്ട്, എൻ്റെ ബട്ടൺസ് ഉണ്ട്, അതേപോലെ USB ഉണ്ട്, സെൻസറും ഉണ്ട്, അതേപോലെ ഇതിനകത്ത് ബ്ലൂടൂത്തും ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാം കൂടെ കൂടിയ ഒരു സെറ്റപ്പാണെന്ന് പറഞ്ഞ് എല്ലാ സൗകര്യങ്ങളും ഒറ്റയൊന്നിൽ ഒതുങ്ങിയിട്ട് നമുക്ക് പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാം. ഇനി വയറിംഗ് കിറ്റ് ആണുള്ളത്. നോക്കാൻ വയറിംഗ് കിറ്റ് പറയുന്നത് ഇപ്പോൾ എന്താ ഉള്ളത്, ക്ലിപ്പിങ്ങും മറ്റു കാര്യങ്ങളും, എൻകോഡർ കൺട്രോൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കണക്ട് ചെയ്ത് ഇതൊന്ന് ചെക്ക് ചെയ്യാം. പിന്നുള്ളത് ഒരു റിമോട്ടാണ്, വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല റിമോട്ടാണ്. അപ്പോൾ ഞാൻ കണക്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇവിടെ ഔട്ട്പുട്ട് ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റും ഞാൻ ഒരു ആംപ്ലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി ചാനൽസിൻ്റെ ഒക്കെ നമുക്ക് എന്തായാലും ഇത് വർക്ക് ചെയ്യുകയാണെങ്കിൽ ബാക്കിയൊക്കെ ഓക്കെ ആകും എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. അങ്ങനെ ഒരു 12 വോൾട്ട് ഇവിടെ കണക്ട് ചെയ്യണം. വെറും 12 വോൾട്ടിലാണ് ഈ കംപ്ലീറ്റ് ബോർഡും ഫംഗ്ഷൻ ചെയ്യുന്നത്. റിമോട്ടിൽ ഞാൻ 2 ബാറ്ററി ഇട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാ ഫംഗ്ഷനും നമുക്ക് ചെക്ക് ചെയ്യാം. ഈ ബോക്സിൽ ഇനി ബാക്കിയുള്ളത് കുറച്ച് ബട്ടൺസ് മാത്രം, കുറച്ച് വൈറ്റ് ബട്ടൺസ് ഉണ്ടല്ലേ. ഈ വൈറ്റ് ബട്ടൺസ് എന്ന് പറയുന്നത് നമുക്ക് ഈ സ്വിച്ചിൻ്റെ മുകളിൽ നോബായിട്ട് നമ്മൾ പാനൽ അസംബിൾ ചെയ്യുമ്പോൾ അതിൽ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. അത് ഒരു ബ്ലാക്ക് ഷെയ്ഡിലൊക്കെ എങ്ങനെ ഇരിക്കും എന്നുള്ളത് എനിക്കിപ്പോൾ ഒരു മാതിരിയായിട്ട് തോന്നുന്നു. മറ്റെന്തെങ്കിലും ഒരു ഷെയ്ഡ് നമ്മൾ കണ്ടെത്തണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ JRK ഞാൻ പവർ കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ട് സപ്ലൈ ബാറ്ററിയിൽ, 12 വോൾട്ട് ബാറ്ററിയിലാണ് സപ്ലൈ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. JRK ഓഡിയോ പ്രോഡക്റ്റ് ഒന്നുകൂടെ നോക്കാം. JRK ഓഡിയോ പ്രോഡക്റ്റ് അങ്ങനെ വരുന്നത്. എന്ന് പറയുമ്പോൾ ബ്ലൂടൂത്ത് നോട്ട് കണക്റ്റഡ്. അപ്പോൾ അത് കണക്ട് ചെയ്യാം. ഞാൻ ഇവിടെ ബ്ലൂടൂത്ത് ഓൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ എന്താ ഒരുപാടുണ്ട്. JRK എന്നുണ്ട്, നോട്ട് കണക്റ്റഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കണക്ട് ചെയ്ത് നോക്കാം. കണക്റ്റഡ്. ചെറിയൊരു കുഴപ്പമുണ്ട്, എന്താ വെച്ചാൽ അനൗൺസ്മെൻറ്റ് വളരെ നൈസായിട്ടുണ്ട്. ഇപ്പോൾ കണക്റ്റഡ് എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഓക്കെ, അപ്പോൾ വോളിയം 42, 43, 44. നമ്മുടെ കൈ ടച്ച് ആയപ്പോൾ ട്രബിളൊക്കെ വർക്ക് ചെയ്താട്ടോ. സിംഗിൾ പ്രസ് മ്യൂട്ടാണ്. റിമോട്ടിൽ അത്യാവശ്യം സൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഡേയ്സ് 3. ഒരു നൈസായിട്ടൊരു വ്യൂ മീറ്റർ ഇവിടെ ഉണ്ട്. ഇതിനകത്തൊരു ഓപ്ഷൻ ഉള്ളത് 5.1 എന്ന് റിമോട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് നമ്മളെ സറൗണ്ട് ഓൺ ഓഫ് പ്രോലോജിക് 5.1, 2.1 എന്നുള്ള സ്വിച്ചിങ് ആണ്. പിന്നെ ഇപ്പോൾ എന്താ കാണുന്നതെന്ന് വെച്ചാൽ റിമോട്ടിന് മുകളിൽ FM, USB, SD, BT എന്നാണ് കാണുന്നത്. പിന്നെ ഒരുപാട് ഒപ്റ്റിക്കൽ 1, ഒപ്റ്റിക്കൽ 2, കോക്സ് 1, കോക്സ് 2 അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ ഇതിൽ USB കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ്, ഫാസ്റ്റ്, പോസ്, പ്ലേ അതൊക്കെ ചെയ്യാനുള്ള സെറ്റപ്പാണ് ഈ പറഞ്ഞ ഈ അതായത് ഈ റിമോട്ടിന് മുകളിൽ ഈ കാണുന്ന ഈ ബട്ടൺസ്. പിന്നെ ഈ P2 എന്നിവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ പ്രീസെറ്റാണ്, ഓരോ തരം പ്രീസെറ്റുകളാണ്. അപ്പോൾ അതിൽ P1 എന്ന് കാണുന്നുണ്ട്, അത് പ്രീസെറ്റ് 1 ആയിരിക്കും. P3 എന്ന് പറയുന്നത് പ്രീസെറ്റ് 3 ആണ്, കണ്ടോ. അപ്പോൾ നമ്മൾ പ്രീസെറ്റ് 1ലാണ് നേരത്തെ വർക്ക് ചെയ്തിരുന്നത്. പിന്നെ ഒരു SM എന്നുള്ളൊരു ബട്ടൺ കാണുന്നുണ്ട്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ, അപ്പോൾ ഫ്രണ്ട് ലെഫ്റ്റ്, അതായത് സറൗണ്ടിൻ്റെ ഓരോ ചാനൽസ് സെലക്ട് ചെയ്യാനുള്ളതാണ് ഈ SM എന്ന് പറയുന്നത്. ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ് 10ലാണുള്ളത്. സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ്, സെൻറ്റർ, സബ് ഊഫർ, അങ്ങനെ 6 ചാനൽ സെപ്പറേറ്റ് നമുക്ക് മാറ്റി വോളിയം സെറ്റ് ചെയ്യാനും ലെവൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ SM എന്നുള്ളത്.
അപ്പോൾ ഈ കാണിച്ച കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് വഴി പാനൽ വഴിയുള്ള എല്ലാ സെറ്റപ്പും. അതായത് ഇതിനകത്തുള്ള USB പെൻഡ്രൈവ് കൊടുത്താലും ഇതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടാവുക. SD കാർഡ് ഇട്ടാലും അങ്ങനെ തന്നെയാണ്. അതുകൂടാതെ ഇതിനകത്ത് FM ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ FM ഉണ്ടല്ലോ, അപ്പോൾ FM ഇട്ടാൽ FM വരും. ഒരു മിനിറ്റ്, FM ഓൺ ആക്കിയിട്ടുണ്ട്. ഞാൻ ആംബ് ഓൺ ചെയ്താlte FM ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വോളിയം 39 ആയപ്പോൾ FMൻ്റെ ആ നോയ്സ് നമുക്ക് കേൾക്കാം. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ 103.6 ആണ് ഇവിടെ. അതൊന്ന് അടിച്ച് നോക്കാം. 103.6 വന്നിട്ടുണ്ട്. നമ്മളിവിടെ എവിടെയോ ആൻറ്റിനേൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. ഇതാ ആൻറ്റിന സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇപ്പോൾ കോഴിക്കോട് റിയൽ FM എന്ന് പറഞ്ഞ സ്റ്റേഷനാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ FM ആവശ്യമുള്ളവർക്ക് ആ ആൻറ്റിന കണക്ട് ചെയ്താൽ FM ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഇതിൽ പറയാനുള്ളത് ഈ കണക്ഷൻ മൊത്തം ഒന്ന് ഡിസ്കണക്ട് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലുള്ളത് ഒരു ഒപ്റ്റിക്കൽ ഇൻപുട്ടാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഈ ബോർഡിൽ പറയാനുള്ളത്. കാരണം ഒപ്റ്റിക്കൽ ഇൻപുട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം എല്ലാവിധ ഡിജിറ്റൽ ഡിവൈസുകളും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഒപ്റ്റിക്കൽ ഇന്നുണ്ട്, കോആക്സിലിന് 2 ഉണ്ട്. അതുപോലെ 2 ഓക്സ് ഓപ്ഷൻ ഉണ്ട്. അതായത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് 2 കൊടുക്കാം ഓക്സിന്. നമ്മൾ സാധാരണ 5.1 സറൗണ്ട് ഇതിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു എക്സ്ട്രാ പാനൽ വെക്കണം ബ്ലൂടൂത്തിന്, അതിന് എക്സ്ട്രാ കണക്ഷൻ കൊടുക്കണം. ഇതിൽ ബ്ലൂ USB 3 ഓപ്ഷനൊക്കെ ഇതിലുള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ ക്വാളിറ്റി ഉള്ള ഫയൽസ് ആ പെൻഡ്രൈവിലൂടെ പ്ലേ ചെയ്യാൻ മതിയാവും. അപ്പോൾ ഈ രീതിയിലാണ് ഇപ്പോൾ ഇതിനെ പറ്റി കൂടുതൽ പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഫീച്ചേഴ്സാണ് ഈ ഡിവൈസിൽ, അതായത് ഈ JRK എന്നുള്ള ഈ ബ്രാൻഡിൽ ഈ ഒപ്റ്റിക്കൽ കിറ്റിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ വില എന്ന് പറയുന്നത് എനിക്കിവിടെ നാട്ടിൽ 3400 രൂപയാണ് ഇതിൻ്റെ മൊത്തത്തിൽ വില. അപ്പോൾ നമ്മളെ Gtechൻ്റെ ഒരു HDMI പാനലും കൂടി ഇതിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ 6000 സംതിങ് വന്നു. അപ്പോൾ അതിനകത്ത് എക്സ്ട്രാ നമുക്ക് ബ്ലൂടൂത്തും നമുക്ക് USBയും എല്ലാം നമുക്ക് എക്സ്ട്രാ കണക്ട് ചെയ്യണം. അപ്പോൾ ആ ബുദ്ധിമുട്ടെല്ലാം ഇതിൽ ഒഴിവായി കിട്ടി. സിമ്പിളല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ 3400 രൂപയോളം വിലയുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴത്തെ ഞാൻ 2 കോൺടാക്ട് നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്താൽ സംഗതി നിങ്ങളുടെ വീട്ടിലെത്തുന്നതാണ്, കൊറിയറായിട്ട് വീട്ടിലെത്തും. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾ താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൊറിയറായിട്ടാണ് അയച്ചു തരും. അതേപോലെ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാനും വാങ്ങി കൊറിയറായിട്ടാണ് അയച്ചു തരും. അപ്പോൾ അത് ഓൺലൈനിൽ കിട്ടോ ഇല്ലേ ഇതിനെ പറ്റിയൊരു ഡീറ്റെയിൽസും ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വേറെ കോൺടാക്റ്റും തരാൻ പറ്റാത്തത്. കാരണം ഒരു സ്റ്റാർട്ടിങ് ആയിരിക്കും, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ഇനി കൂടുതൽ നന്നാവുമായിരിക്കും, കൂടുതൽ പ്രോഡക്ട്സ് ഉണ്ടാവുമായിരിക്കും, എന്തോ അറിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.